ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ത് പറയണമെന്നും അറിയത്തില്ല. നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. മറ്റൊന്നുമില്ല, ആഞ്ഞു പിടിച്ചോ ഐലസ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ട്. മല്ലയ്യാനൊക്കെ കടന്ന് പിടിക്കുന്നുണ്ട്. പവർ ടീമിൽ ആര് ജയിക്കുന്നുണ്ട്, ത്രാസാണ്, ത്രാസിലൊക്കെ കെട്ടിത്തൂക്കി. അതൊന്നുമല്ല നമ്മുടെ വിഷയം, അതൊക്കെ കിടക്കട്ടെ. അപ്പോ ഇന്ന് നടന്ന വിഷയം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും മാരക എപ്പിസോഡായിരുന്നു അല്ലേ, ത്രസിപ്പിക്കുന്ന എപ്പിസോഡായിരുന്നു. ജാസ്മിന്റെ വാപ്പ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പൊട്ടിത്തകരുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത്. ആദ്യമൊക്കെ കരച്ചിലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് കുറച്ച് സങ്കടമൊക്കെ വന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോ അത് ഒരു കർമ്മയായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടി എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കിയത്. എന്തൊക്കെ അഹങ്കാരങ്ങൾ ഇതുവരെ ചെയ്തു, ഏതൊക്കെ രീതിയിൽ അവിടെ ഉള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തു, ഏതൊക്കെ രീതിയിൽ പുറത്തുള്ള പ്രേക്ഷകരെ ഇറിറ്റേറ്റ് ചെയ്തു, അതിനൊക്കെ ദൈവം അറിഞ്ഞു തന്ന ഒരു ശിക്ഷയായിട്ട് അങ്ങ് കൂട്ടിക്കൊണ്ടാൽ മതി. എനിക്കിപ്പോഴും ഞാൻ വണ്ടടിക്കുന്ന ഒരു കേസ്, ജാസ്മിൻ അവസാനം കരയുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഹാസ്യ രൂപേണയുള്ള അവർ സ്കിറ്റ് അവതരിപ്പിച്ചപ്പോൾ വീണ്ടും അവളെ കളിയാക്കി എന്നാണ് ജാസ്മിൻ പറയുന്നത്. പക്ഷെ ആ 3 സ്കിറ്റിലും വലുതായിട്ടൊന്നും അവളെ കളിയാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ കൺട്രോൾ ചെയ്താണ് അത് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ജാസ്മിൻ അവിടെ കരയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ആരും എന്നെ ശല്യപ്പെടുത്തുന്ന വെള്ളിയാഴ്ച വരെ എനിക്കൊരു സമയം തരൂ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഞാൻ കമ്മിറ്റഡ് ആണ്, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു സങ്കടം തോന്നി. പിന്നെ ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ജാസ്മിൻ വീണ്ടും പറയുന്നത് ബ്ലെയിം അവിടെ നിൽക്കുന്ന വീട്ടുകാരോടും ഈ കണ്ട പ്രേക്ഷകരുടെ തലക്കിടുകയാണ്. കാരണം അവരിപ്പോഴും പെർഫെക്റ്റ് ആണ്, അവരൊന്നും ചെയ്തിട്ടില്ല. ഈ കണ്ട അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവരുടെ കുറ്റമാണ്, അല്ലെങ്കിൽ ഈ കണ്ട പ്രേക്ഷകരുടെ കുറ്റമാണ്. അത്രയും അവൾക്ക് ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ് എന്ന് പറയുകയല്ലേ ചെയ്തത്. അപ്പോൾ കുറ്റം അവിടെയും ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബ്ലെയിമെല്ലാം നമ്മുടെ തലയിലേക്ക് കൊണ്ടിടുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോഴും ആ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ജാസ്മിൻ മുന്നോട്ട് പോകുന്നത് എന്നറിയുമ്പോൾ വീണ്ടും എനിക്ക് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല. ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയില്ലല്ലോ. അതിനർത്ഥം നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, നമ്മളെല്ലാം പറഞ്ഞ് എല്ലാം ഒതുക്കി. അവൻ എന്റെ കേസും അറിയാം, എനിക്ക് അവന്റെ കേസും അറിയാം. നമ്മൾ വളരെ സാധാരണ രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളാണ് അതിനെ കണ്ട് തെറ്റിദ്ധരിച്ചത്. ഈ പറയുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ അവരാണ് കണ്ട് തെറ്റിദ്ധരിച്ചത്. എനിക്കിപ്പോ അതിലൊരു പ്രശ്നവുമില്ല. എന്നെ എന്തിനെല്ലാരും കൂടി ഇങ്ങനെ ഇട്ട് പിന്നീട് വേദനിപ്പിക്കുന്നു, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഈ ജാസ്മിൻ തന്നെയാണ് ഞാനത് ചോക്ലേറ്റ് ആണ്, നീ അതിനെ എടുത്ത് കഴിച്ചോ എന്ന് പറയുന്ന ജാസ്മിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ ചെറിയ ഒരു അങ്ങോട്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ഈ പറഞ്ഞത് കൊണ്ട് വാപ്പ വന്ന് പറഞ്ഞത് കൊണ്ട് വാപ്പ എന്തൊക്കെയാണ് സംസാരിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനിയും കുറെ കൂടിയൊക്കെ ഉണ്ട് അതിൽ സംസാരിച്ച കേസുകളൊക്കെ. അപ്പൊ എന്തായാലും അവരത് ടെലികാസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളത് പറയുന്നില്ല. ഓക്കെ, മനസ്സിലാവില്ല. ഈ വിഷയം ഇത് തന്നെയാണ്. ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള വിഷയം ഇത് തന്നെയാണ്. ഒതുങ്ങി നിന്ന് നമുക്ക് വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയ്റ്റ്സ് നിനക്ക് ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വേറൊരു ലെവലിലേക്ക് പോകും, ഒതുങ്ങിക്കോ എന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ചൊക്കെ ജാസ്മിൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് അവരുമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടല്ലേ, ഇതൊരു ഗെയിം അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ന്യായീകരിച്ചു എന്ന് അതിനൊക്കെ ചുറ്റ മറുപടി കൊടുക്കുന്ന എന്തൊക്കെയാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. അപ്പോ ഇതിനുശേഷം ജാസ്മിൻ മാറും എന്നുള്ളതാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, എല്ലാം ക്ലിയറാക്കി, വാപ്പ വന്നു പറഞ്ഞു, എല്ലാം പറഞ്ഞു ക്ലിയറാക്കി. ജാസ്മിൻ പുറത്തു പോകുന്നു, അവിടെ വന്നിരുന്ന് കരയുന്നു. അതിനുശേഷം ഗബ്രിയെ അങ്ങോട്ട് മാറ്റുന്നില്ല അല്ലേ. ഈ ഗബ്രിയെ അടുത്തിരുത്തിക്കൊണ്ട് ഗബ്രിയുടെ അടുത്ത് എന്നെ കാര്യം, ചിലപ്പം ഗബ്രിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഗബ്രി നീ എന്റെ ദേഹത്ത് തൊട്ടരുത്, എന്റെ അടുത്ത് വരുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യം. എന്നിട്ട് റോക്കി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിത്രഭ്രമം വന്നതുപോലെയൊക്കെ കാണിക്കുന്നുണ്ട്. റോക്കിയാണോ ഇതെല്ലാത്തിനും കാരണമെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. ഇത് രണ്ടുപേരും 2 സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ടാണ്, പക്ഷെ 2 സൈഡിലായിട്ട് 2 ധ്രുവങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പൊ 2 ധ്രുവങ്ങളിലായിട്ട് ഇരിക്കാൻ അറിയാം, 2 ധ്രുവങ്ങളിലായിട്ട് ഇരുന്നു കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും അറിയാം അല്ലേ. ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, മനസ്സിലായോ. ഈ പറയുന്ന ശർക്കരയും അടയെ പോലെ ഒട്ടിയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. ഫെവിക്കോള് പോലെ ഈ അടർത്തി മാറ്റാൻ പറ്റാത്ത ബന്ധം പോലെയാണ് നിങ്ങൾ ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മേലിൽ ഈ ചോദ്യോത്തരം വന്നത്. അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ വാപ്പ വരെ വന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്ന് താങ്കളോട് സംസാരിക്കാനുള്ള ഒരു ഇട വന്നത്. പിന്നെ മറ്റൊരു കേസ്, ഇതൊരു ഫെയർ ആണോ, ബിഗ് ബോസ് മറ്റുള്ള വീട്ടുകാരോട് കാണിച്ചത് ഒരു ചതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ചതിയെന്ന് പറയത്തില്ല കേട്ടോ. കാരണം എന്നറിയുമോ, ഇവിടെ
വെളിയിലുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഭാവി, ഒരു പെൺകുട്ടിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്ന്. കാരണം അവൾക്ക് പിന്നെ പുറത്ത് സപ്പോർട്ടാണോ മറ്റതാണോ മറിച്ചതാണോ അങ്ങനെയല്ല. അപ്പം വീട്ടുകാരിപ്പം നമ്മുടെ ഒരു സഹോദരിയോ ആരോ ഒരാൾ അവിടെ പോയി അവർ വളരെ റോങ് പൊസിഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്കാം. വളരെ റോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിന് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് തടഞ്ഞില്ലെങ്കിൽ ആത്മഹത്യയുടെ വ്യക്തിയിലേക്ക് വരുമെന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ വന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറയുകയാണ്, ഇന്നതുപോലെയാണ്, നിങ്ങൾ അതിനൊരു തടയാൻ, എന്റെ മോളുടെ ജീവനാണ് വലുത്, അല്ലെങ്കിൽ നമ്മൾ ഇത് ഇന്നതുപോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ ബിഗ് ബോസിന് അവിടെ കൊടുക്കും. ബിഗ് ബോസ് അവിടെ വന്നിട്ട് നിങ്ങൾ നല്ല രീതിയിലാണ് പോണത് എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നീ മാറി നടക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊന്ന്. രണ്ടാമത്, ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഹിന്ദിയിലൊക്കെ ഒരുപാട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമാണ് ആദ്യമായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ ഫോൺ കോൾ അവർ കട്ട് ചെയ്ത് പറഞ്ഞത് എന്താണ് കട്ട് ചെയ്ത് പറഞ്ഞില്ലേ, കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്, ഒരുപാട് ഫയർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ ജാസ്മിൻ ഇത്രയും പൊട്ടിക്കരയാനുള്ള കാരണം. ഇനി ഇതിന് ശേഷവും ജാസ്മിൻ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 ദിവസത്തേക്ക് ഈ കോംബോ ചിലപ്പം കാണത്തില്ല എന്നുള്ളത്. 2 ദിവസത്തേക്ക് ഈ കോംബോ ചിലപ്പം അവസാനിക്കുമായിരിക്കും. പക്ഷെ 3-ന്റെ അന്ന് ഈ കോംബോ തിരിച്ചു വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. 3-ന്റെ അന്ന് ഈ കോംബോ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരികയും പിന്നെ ഏതായിരിക്കും സത്യം പറഞ്ഞാൽ യഥാർത്ഥ ഒരു പ്രണയം മുട്ടിട്ട് വീഴുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർക്ക് ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ഇപ്പോ ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഗബ്രിയെ പിടിച്ചു നിർത്തുന്നുണ്ട്, നീ അവിടെ നില്ല എന്നുള്ള രീതിയിൽ, നീ അടുത്ത് വരണ്ട എന്നുള്ള രീതിയിൽ അവൾക്ക് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത്. എന്ന് വെച്ചാൽ അവളെ ഗബ്രിയെ അടുപ്പിക്കാതിരിക്കുമ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവനോടുള്ള ഒരു അടുപ്പം ഇപ്പോഴും സ്റ്റിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗബ്രി കൂടി മൊത്തത്തിൽ പ്രണയത്തിൽ മുങ്ങി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അവരെന്ന് വെച്ചാൽ വേറെ ഒരിടത്തും അവർക്ക് പോകാൻ സ്ഥലമില്ല. ആ ഒരു വീടാണ്, എപ്പോഴും കാണും, പരസ്പരം കാണുന്നു, വീണ്ടും സംസാരിക്കേണ്ടതായിട്ട് വരുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഈ ടെൻഷനും അച്ഛൻ പറഞ്ഞത് വാപ്പ പറഞ്ഞത് ചിലപ്പോൾ ഒരു മറക്കും. ശരി, ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും പുറത്തുള്ള റിലേഷനൊക്കെ ഏതാണ്ട് പുറത്ത് പോയി ഇനി കിട്ടത്തില്ല എന്നൊരു അവസ്ഥയിലേക്കാണ്. എന്തായാലും ഗബ്രി വന്ന് പറയുന്നത്, ശരി, നിന്റെ എന്തായാലും ജീവിതത്തിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം, നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഗബ്രി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്നതേ ഉള്ളെല്ലാം. പിന്നെ ഇവരെ തമ്മിൽ ഒന്നിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഇപ്പോൾ അവർക്ക് ഒരു പ്രണയം തോന്നി. ഗബ്രി പറയുകയാണ്, എനിക്ക് നിന്നോട് നിനക്ക് എന്റെ ഒരു അവസ്ഥ കൊണ്ടാണ് നിനക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, നിനക്ക് എന്റെ കൂടെ നിൽക്കാം, നിനക്ക് എന്റെ അടുത്ത് എനിക്ക് നിന്റെ പ്രണയമാണ്, ഞാൻ കൂടെ നിൽക്കാം, എന്റെ ജീവിതകാലം മൊത്തം ഞാൻ നിന്റെ കൂടെ നിൽക്കും, നിനക്ക് എന്റെ വിശ്വാസമുണ്ടോ എന്ന് ജാസ്മിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ ജാസ്മിൻ എന്ത് ചെയ്യും, ഓക്കെ എന്ന് പറഞ്ഞു വരും. കാരണം എല്ലാ വീട്ടിലും അറിയും, നാറേണ്ടതൊക്കെ നാറി, മനസ്സിലായോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രണയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം പ്രണയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത്, അല്ലാതെ മനുഷ്യരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്താണ് നമ്മൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ വയ്ക്കുകയും തടവുകയും മാന്തുകയും ചെയ്യുന്നതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത്. മനസ്സിലായോ? ഇത് പണ്ട് ആണുങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് പോലെ, അല്ലെങ്കിൽ പെണ്ണിനെ ഇപ്പോഴാണ് കാണുന്നത് പോലെ, എന്തോ ഒരു ഈ ടാർസന്റെ അടുത്ത് പെണ്ണ് വരുമ്പോൾ ടാർസൻ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗബ്രി ഈ പറയുന്ന ആരടുത്ത് ജാസ്മിനെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അത്രയ്ക്ക് വൃത്തികേടായ വൾഗറായ കാര്യങ്ങളാണ്. അത് കണ്ടൊട്ടും സഹിക്കാൻ വയ്യാതെയാണ് അവർ വന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ജാസ്മിൻ ഇത് പൊട്ടിത്തെറിക്കാനുള്ള കാരണം, ജാസ്മിൻ ചിലപ്പോൾ വിചാരിച്ചു കാണും പല കാര്യങ്ങളും പുറത്തോട്ട് പോയിട്ടില്ല എന്ന് വിചാരിച്ചു കാണും. അതുമല്ല, അതാ പക്ഷേ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അവസാനം ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത് അച്ഛനും അമ്മയായിട്ട് പറഞ്ഞ് ഡീൽ ചെയ്ത് റെഡിയാക്കാമെന്നൊക്കെ ജാസ്മിൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഒരു 10 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഇവിടെ വന്ന് ഇടപെട്ട് ഇങ്ങനെ തനിക്ക് താക്കീത് തരികയൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് പ്രശ്നമാണ്, നിനക്കൊരു വീഡിയോ പോലും ഇനി പുറത്ത് വന്നിടാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള തിരിച്ചറിവും, ഞാനിവിടെ കളിക്കുന്ന ഗെയിം അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പറ്റിയതെല്ലാം A to Z വരെ വെളിയിലുള്ള മറ്റുള്ളവരെല്ലാവരും കണ്ട് എന്നെ ഒരു അത്രയ്ക്ക് മോശക്കാരിയായ ഒരു പെൺകുട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷനും ആ ഒരു എന്താ പറയാ തോറ്റുപോയല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് ജാസ്മിന്റെ ഈ ഇപ്പോഴത്തെ ഒരു പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കട്ടെ, ലാലേട്ടൻ വരണ വരെ എന്നെ ഒന്നും ചെയ്യരുത്, ലാലേട്ടൻ വരുമ്പോൾ ഞാൻ കിറ്റ് ചെയ്യാമെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ വെള്ളിയാഴ്ച നാം 2 ദിവസം സമയം കഴിയും തോറും ഈ ദുഃഖത്തിന്റെ കാഠിന്യം കുറയും, പിന്നെ സോഫ്റ്റ് ആവും, പിന്നെ വീണ്ടും ഗബ്രിയോട് സംസാരിച്ചു തുടങ്ങി പഴയ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുകയും ഒക്കെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ബോൾഡായിട്ട് നിന്നുകൊണ്ട് വേണ്ട, അച്ഛൻ പറഞ്ഞതാണ്, അമ്മ പറഞ്ഞതിന്റെ പേരന്റ് പറഞ്ഞതാണ്, ഇനി അങ്ങനെ ഒരു സംഭവമില്ല, ഒരു ഫ്രണ്ടായിട്ട് നീ അവിടെ തന്നെ നിന്നോ എന്നുള്ള ചങ്കൂറ്റത്തോട് അങ്ങനെ ഒരു തീരുമാനം എടുത്താൻ പറ്റിയ ജാസ്മിന് കൊള്ളാം. ഇതെന്തായാലും ജാസ്മിന് ഒരു അവസരമാണ്. ഈ അവസരം നല്ല രീതിയിൽ ജാസ്മിന് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.